അത് കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇടുന്ന കാണിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞളിന് ആ പൂക്കൊക്കെ ഇതിനെല്ലാം കൂടി കുറച്ച് വളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിപ്പോൾ അതിലെല്ലാം ആക്കി വെച്ചാൽ കുറച്ച് ചോറ് അരച്ചിട്ട് എത്ര പേർ ചോറ് അരച്ചിട്ടുണ്ട്. ചോറ് കുറച്ച് ബാക്കിയിട്ട് അന്നേരം അത് ഒന്ന് കലക്കിക്കൂടെ. ഇത് കുറച്ച് ചാരം, ഈ ചാരവും രണ്ടും കൂടി ഇട്ടിട്ട് ഇതിലിട്ട് കലക്കുക. കണ്ടില്ലേ, ഇങ്ങനെ കലക്കിയിട്ട് ചാരവും കഞ്ഞി ചോറും കൂടിയിട്ട് കലക്കിയിട്ട് പിന്നെ കൊടുക്കുക. കലക്കിയിട്ട് ചോറും ചാരും കൂടി കലക്കിയിട്ട് ചോറും ചാരും കൂടി കലക്കിയിട്ട് അത് നമ്മൾ കലക്കി ഒഴിച്ച് കൊടുക്കാനാണ് എൻ്റെ പരിപാടി. ജലപ്പൊടിയിലിട്ടിട്ട് കലക്കിയിട്ട് കുറേ ചായ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി നല്ലോണം ഉഷാറായിക്കോളും. നല്ല ചോറാണ്. നല്ലോണം കിഴങ്ങ് വണ്ണം വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വളം വെണ്ണീരും ഇതും കൂടി നല്ലൊരു വളമാണ്. ഇപ്പോൾ ഇതിലേക്ക് ഇത്രപോലെ 1/4 വരെ വെള്ളമുണ്ട്. ഇത് 10-20 ലിറ്റർ ഓടുന്ന പാത്രമാണ്. അല്ലെങ്കിൽ കുറേശ്ശെ ഒഴിക്കണ്ടേ, അതുകൊണ്ട് ഇതിൽ അടച്ചു ആക്കുന്നുണ്ട്. ഇതെടുത്തിട്ട് ഇതിൽ ഒഴിക്കുക. ഉണ്ടോ ഉണ്ടല്ലേ, പാത്രമെല്ലാം അടിയായിപ്പോയി. അതുകൊണ്ട് ഇതെടുക്കാം. ഇപ്പോൾ ഈ വെണ്ണീരിൻ്റെ കരിക്കട്ടയാണ് ഇത്, അതിൻ്റെ മണി വെക്കാം. ഉണ്ടല്ലേ, ഇപ്പോൾ ഇങ്ങനെ നേർങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്താ അത് അരി അരച്ചിട്ട് അതിൻ്റെ ശേഷം പൊളിപ്പിക്കണ്ടാകാത്തില്ല, നമ്മൾ നേർങ്ങനെ കലക്കിയിട്ട് ഒഴിക്കുക. ഇതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ 2 മുളകുണ്ട്, ഇതിനെല്ലാം കുറേശ്ശെ ഒഴിക്കാം. ഞാൻ മഞ്ഞളിന് കുറച്ച് കൊണ്ടുപോയിട്ട് ഒഴിച്ചിട്ട് വരാം കേട്ടോ. മഞ്ഞളിന് കുറച്ച് കൊണ്ടുപോയിട്ട് ഒഴിക്കട്ടെ. ഇതാ മഞ്ഞൾ, ഈ മഞ്ഞളിന് കുറച്ച് കൊണ്ടുപോയിട്ട് ഒഴിക്കാം. കുറേശ്ശെ കൊണ്ടുവന്ന് വയ്ക്കട്ടെ. പിന്നെ കുറേശ്ശെ ഇത് കൊണ്ട് വയ്ക്കട്ടെ. ഇത് കണ്ടില്ലേ, ചോറ് കുറച്ച് ഉണ്ട്. അന്നേരം അത് ഇനി അതൊക്കെ ഒഴിച്ചു കൊടുത്താലേ കിഴങ്ങ് നല്ല വണ്ണം വെക്കാനും ഉഷാറായിട്ട് വരാനും വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ ഈ ആക്കി ഒഴിക്കുന്നത്. നല്ലൊരു വളമാണ്, നല്ല അടിപൊളി വളമാണ് ഇത്. നല്ലോണം കിഴങ്ങ് വണ്ണം വെക്കുകയും ചെയ്യും. മഞ്ഞളുടെ കിഴങ്ങ് നല്ലപോലെ വണ്ണം വെക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഇനത്തിൽ ഒഴിക്കുന്നത്. ഇനി നല്ല ഉഷാറാവാനും ചെടി ഉഷാറാവാനും എല്ലാം പറ്റും. നല്ല വളമായത്. നല്ലൊരു അടിപൊളി വളമാണ്. കുറച്ച് ഇതിനും കൂടി ഒഴിക്കാം. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ കിഴങ്ങ് ഉണ്ടാകുന്നുണ്ട്. ഉണ്ടാ ഇതില്ലേ, ഇനിയിപ്പോൾ മുളകിന് കുറച്ച് ഒഴിക്കണം. ഇവിടെ കുറച്ച് മുളകുണ്ട്. ഇവിടെ കുറച്ച് അങ്ങോട്ട് വെച്ചിട്ട് ഒഴിക്കാം. ഇതുകൊണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഈ മുളകിനും കുറച്ച് ഈ മുളകിന് പയറിനും എല്ലാം നട്ട ഇതിനും കൂടി കുറേ ചോദിച്ച് കൊടുക്കട്ടെ. അതിന് 2 ഒഴിച്ചു. ഉള്ളിക്കൊണ്ട് കുറേ ചോദിക്കാം. ഇതെല്ലാം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കട്ടെ.
കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി. ഇപ്പം ചെറിയ പ്രായമല്ലേ, നേരെ കൂടുതൽ ഒഴിച്ച് കൊടുക്കണ്ട. ഈനും ചക്കരക്കേങ്ങിനും എല്ലാത്തിനും നല്ലതാണ്, നല്ല വളമാണ് ഇത്. ഇത് കണ്ടില്ലേ, ഇത് ഇവിടെ മുളകുണ്ട് നട്ടത്. ഈ മുളകും തയ്യാണ്. ഇത് ഇതിന് കൂടി വെക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഇപ്പം നട്ട് ഞാൻ ഒരു മരുന്നും കൂടി എടുക്കെടുത്തില്ല. ഇതിനെല്ലാത്തിനും പ്രാണി വരുന്നുണ്ട്, ചുള്ളം വരുന്നുണ്ട്, കരിക്കാൻ. ഇത് കച്ചാറാണ്. ഇത് നട്ടിട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ളത് ഞങ്ങൾ അപ്പുറം കൊണ്ടുപോയി വെക്കണം. ബാക്കിയുള്ളത് അപ്പുറത്ത് കുറച്ച് മഞ്ഞളുണ്ട്, അതിനും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പുറത്തേക്ക് എടുക്കട്ടെ. ഇപ്പോൾ ഈ കൂർക്കക്കേങ്ങിനും ഈ മഞ്ഞളിലും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. എന്താ കൂർക്കക്കേങ്ങ മരുന്ന് വെച്ച് കൊടുത്തിട്ട് നല്ല ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. ഈ വളവും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ഉഷാറായിക്കോളും. ഈ വളവും കൂടി ചേർത്ത് കൊടുത്താൽ ഉണ്ടാകും. ഉണ്ടല്ലേ, ചാരം നല്ല വളമാണ്, പൊട്ടാസ് അടങ്ങിയതാണ് ചാരം. ആ ചാരം ഇട്ട് കൊടുത്താൽ തന്നെ നല്ല പൂക്കാനും കഴിക്കാനും നല്ല ഇതാണ്. എന്ത് കാര്യത്തിനും നമ്മൾ പണ്ട് പണ്ടെങ്കിൽ ചാരവളത്തിൻ്റെ കൂടെ ചാരം ചേർക്കാതെ ഒരു പണി എടുക്കില്ല, ഒരു മരുന്നും ഒരു വളം ഇടില്ല. ചാരവളത്തിൻ്റെ ഒന്നിച്ച് ചാരം കൂട്ടിയിട്ടേ പണ്ടെല്ലാം അങ്ങനെ ചെയ്യില്ല. ഇപ്പം അതൊന്നുമില്ല, ഇപ്പം അതെല്ലാം മാറി. കണ്ടില്ലേ, ഇപ്പോൾ അത് ലേശമുണ്ട്, അത് അങ്ങോട്ട് പോയിട്ട് ഇതിനും കൂടി ഒഴിക്കട്ടെ. കുറച്ച് വെള്ളമാക്കിയിട്ട് അതാ ഒഴിക്കണ്ട. അത്ര കട്ടിയിൽ ഇതിൽ ഒഴിച്ച് കൊടുത്തത് ചെറിയ തയ്യല്ലേ, അതുകൊണ്ട് കുറച്ച് ഇതിനകത്ത് കുറച്ച് ഇതിന് ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് കോളിഫ്ലവർ, കേബേജ് ഇതെല്ലാം ഇല്ലേ. എല്ലാത്തിനും ഒഴിക്കാനില്ല, ഇതിന് ഒഴിക്കാം. തൽക്കാലം ഇതിന് മാത്രം ഒഴിച്ച് കൊടുക്കട്ടെ. ഇല്ലേ,
ഇതിനിപ്പം മാറ്റിട്ട് കുറച്ച് ഉളപ്പെടുത്ത് തിരികളോട്ട് വെച്ചിട്ടാണ്. പിന്നെ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഹൈപ്പ് അടിക്കുക, ഷെയർ ചെയ്യുക. എല്ലാം നന്ദി, നമസ്കാരം. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.